ഇതിനകത്ത് കാര്യമാണ് നല്ല കരച്ചിൽ കാര്യമുണ്ട്, നല്ല പേടിയുണ്ട് എനിക്ക്. ഇതിപ്പോൾ എന്തേ എന്നോടൊന്ന് പറഞ്ഞല്ലോ എന്താണ് അതല്ല ഇതിപ്പോ എന്താ ഇപ്പൊ എന്നോട് പറഞ്ഞത്? സത്യം പറഞ്ഞ ഉറക്കത്തിൽ 2 ദിവസമായിട്ട് മൂനക്കിനാവാണുണ്ടെന്നോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ല അച്ഛൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് ഞാൻ മൂനക്കിനാവാണത്, ഞാൻ പോകാനായിക്കണോ അങ്ങനെ എങ്ങനെയൊക്കെ എന്തൊക്കെ ആലോചിച്ചു? ഞാൻ ഇന്നലെ കിനാവുണ്ട് കുഞ്ഞളയമാനെ ആഴ്ച കുഞ്ഞളയമാനെ കിനാവുണ്ടാണ്ട് കുഞ്ഞളയമ്മ പറയണേ ജെസിക്ക് ഡ്രസ്സ് പാകാക്കാനും ഇതൊന്നും കൊണ്ടേ കൊടുക്ക്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതാ ഒരു വീഡിയോ കണ്ടതുപോലെ തന്നെ അവർ ജെസ്സി, കുഞ്ഞാൻ ഇവരെ അറിയാത്തവരായിട്ട് ആരുമില്ല. ശരിയാണ്, അവർ 1-2 വീഡിയോ ഒക്കെ ഈ സ്റ്റാമിനയുടെ അതും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ അവർക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോകൾ അവർക്ക് ഒരു ഇത് എന്നല്ല, കുറേ വീഡിയോസിനൊക്കെ അവർ താഴെ വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ്: അവർ നശിച്ചു പോട്ടെ, നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾ ഗുണം പിടിക്കില്ല, മുടിഞ്ഞു പോട്ടെ, അങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളൊക്കെ കമൻറ്റുകൾ. എന്താ പറയുക, നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക, അത്രയും വിഷമം തോന്നുന്ന, അത്രയും നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ കുത്തി നോവിക്കുന്ന, നമ്മളെ കുത്തി പറിച്ചെടുക്കുന്ന ഓരോ കമൻസുകളാണ് ഓരോരുത്തരും ഇടുന്നത്. അപ്പോൾ ഈ കമൻസ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ കമൻസ് ഇട്ട് വേട്ടയാടുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാനും ഒരു യൂട്യൂബറാണ്, എനിക്കും ഇങ്ങനെയുള്ള കമൻറ്റുകൾ വന്നിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഇവരെ പോലെ വലിയ യൂട്യൂബർ ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ ചെറിയൊരു യൂട്യൂബറാണ്, എന്നാലും എനിക്ക് കമൻറ്റുകളൊക്കെ വരാറുണ്ട്. അത് ഞാൻ ചില കമൻറ്റിനൊക്കെ ഞാനിതാ ഇതുപോലെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരാൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് അവരുടെ ആ ഒരു കുടുംബം എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവരെയാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് പറയുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞാൻ്റെ ഉപ്പാനെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനും കുറേ പേര്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പാനെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത് ഞാനും കുഞ്ഞാനും കുഞ്ഞാൻ്റെ അനിയനും എപ്പോഴും വീട്ടിലുണ്ടായി എന്ന് വരുന്നില്ല. കുഞ്ഞാൻ്റെ വൈഫും യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ റീൽസിനും അതിനൊക്കെ വേണ്ടിയിട്ട് പല നാടുകളിലും പോകുന്നതാണ്. അപ്പോൾ അവരെപ്പോഴും വീട്ടിലുണ്ടായെന്ന് വരില്ല. അപ്പോൾ ഉപ്പ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഉപ്പ കുറച്ച് പ്രായമായ ആളാണ്. അപ്പോൾ ഉപ്പാനെ നോക്കാനും ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു കൂട്ട് വേണം. ഇപ്പം സ്വന്തം ഉമ്മ മരിക്കുന്നത് നമ്മൾ ആരും ഇതാക്കിയിട്ടല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് നമ്മളിൽ നിന്ന് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ആ ഉപ്പാക്കൊരു കൂട്ട് വേണം. ആ കൂട്ട് വേണം എന്നുള്ളൊരു ഇതിനാണ് ആ കുഞ്ഞാനും അവൻ്റെ ഫാമിലി എല്ലാവരും, കുഞ്ഞാൻ തന്നെ പറയുന്നത്, അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു കല്യാണത്തിന് ഞങ്ങൾ തയ്യാറെടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുക, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുക. അവർ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും റീൽസും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, നിങ്ങൾ അവിടെയൊക്കെ പോയി ഇങ്ങനെ കമൻറ്റ് കൊടുക്കാറുണ്ട്. ശരിയാ, എല്ലാ യൂട്യൂബേഴ്സിനും കമൻറ്റ് കൊടുക്കാൻ. മുസ്ലിംസ് തന്നെ ഒരു വീഡിയോസ് ഇട്ടാൽ അതിനും കുറേ കമൻറ്റ്. ശരിയാണ്, തെറ്റായിരിക്കും, വീഡിയോയും ഇതൊക്കെ നമ്മൾ ചെയ്തത് തെറ്റായിരിക്കും. എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഓരോരോ താല്പര്യങ്ങളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നടങ്കം ഇതാക്കില്ല, ഉസ്താദുമാർ എന്ന് പറയുന്നു, ഉസ്താദുമാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ലേ? എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. സൗദിയിലുള്ളവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ദുബായിലുള്ളവർക്ക് യൂട്യൂബ് ചാനൽ. സൗദിയിലും ഇതുപോലെ പല നിയമങ്ങളും പല ഇതൊക്കെ ഉള്ള നാടാണ്. അവിടെയുള്ള സ്ത്രീകളും ഇതുപോലെ യൂട്യൂബും വീഡിയോസുകളും കാര്യങ്ങളും എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ മാത്രം ഒരു കൂട്ടം ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നശിച്ചു പോട്ടെ, പുഴുത്തു പോട്ടെ, നിങ്ങൾ അങ്ങനെ ചാവുള്ളൂ, ഇങ്ങനെ ചാവുള്ളൂ, ഇങ്ങനെയൊന്നും അറം പറ്റുന്ന ഇത് പറഞ്ഞ് വീഡിയോയ്ക്ക് കമൻറ്റ് ഇടരുത്, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്ത്. അവരൊക്കെ അതൊക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയോ? ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൽ നമുക്കും പരിമിതികളും
അതല്ലാണ്ട് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത് പോലെ അവിടെ ഇവിടെയൊന്നും കാണിച്ചിട്ടോ ഒന്നുമല്ല. കുഞ്ഞാനും പറയുന്നുണ്ട് അവർ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ അവർ 1-2 വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന് ഞാനത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു കമൻറ്റ് ഇടരുത്. ഒരു കുടുംബത്തിനെ നശിച്ചു പോട്ടെ, നിങ്ങൾ ഗുണം പിടിക്കില്ല അങ്ങനെയൊന്നും പറഞ്ഞു ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പോൾ കുഞ്ഞാൻ പറയുന്ന കുറച്ച് ഇതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമെന്നൊക്കെ കണ്ടു നോക്കൂ. ഇന്നലെ നമ്മളെ മൊബൈലിൽ ഒരു കമൻറ്റ് കൊടുക്കുകയാണ് നമ്മളെ യൂട്യൂബിൽ അപ്പോൾ ഞാൻ കണ്ട പിന്നെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിൽ എൻ്റെ പൊണ്ണുമൊക്കെ മരിച്ചണം, നിങ്ങൾ രണ്ടാളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കാണ്ട് പോണം. അത് ആ പിന്നെ ആളെ പേര് മൂസിനെ അങ്ങനെ എന്താ ഒരു മൂസിനെ അതെന്തോ നമ്മളെ ജാതി പേര് തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ശപിക്കണത് നമ്മളെ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് ഇന്നേ വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അടുത്ത റബ്ബ് സത്യട്ടോ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതേപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി സഹായിക്കുക എന്നല്ലാതെ വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളെ മാത്രം ഇത്ര ടാർഗറ്റ് ചെയ്താണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ കാണും കരുതിങ്ങാണ്ട് വെള്ളമായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. കാഴ്ച കണ്ടപ്പോ ഭയങ്കര ഇത് അതേപോലെ നിങ്ങൾ നശിക്കണം, നിങ്ങൾ ഇതാക്കണം. എന്ത് ഈ യൂട്യൂബ് ചെയ്യണേന് ഇങ്ങനൊക്കെ മാത്രം എന്താ പറയുക. ഇപ്പൊ ഞങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ യൂട്യൂബ് ചെയ്യുന്നത്. അപ്പൊ ഉണ്ടല്ലോ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. പല കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടതുണ്ട്. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ശരിയാണ്, ഹറാമായിരിക്കും. പക്ഷേ ഉസ്താദുമാരും എല്ലാവരും യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവർക്കും ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ടാവുമായിരിക്കും. അതൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും എന്താണ് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുന്ന ഓരോ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും കരിവാരി തേക്കാനോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ നെറ്റ് ഉപയോഗിച്ചും നമ്മുടെ ഫോൺ ഉപയോഗിച്ചും നമ്മുടെ സമയവും ടൈമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അതിനിടയിൽ വന്നിട്ട് ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് കമൻ്റ് ഇട്ട് നമ്മളെ ദ്രോഹിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ആരിനും ചിലവിലോ കാര്യങ്ങളോ ഒന്നും അല്ല കുഞ്ഞാനാണെങ്കിലും മറ്റുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒന്നും വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണരുത്, അത് സ്കിപ്പ് ചെയ്ത് പോകണം. നിങ്ങളോട് ആരും നിർബന്ധിച്ച് എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുത്തിയിരിച്ച് നിങ്ങളുടെ നെറ്റ് ഉപയോഗിച്ച് എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആരും ഫോഴ്സ് ചെയ്ത് നിങ്ങളെ തള്ളിക്കൊണ്ട് ഞങ്ങളുടെ വീഡിയോ കാണാൻ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. നമ്മുടെയൊക്കെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വീഡിയോസുകൾ കാണുക. അല്ലാത്തവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് എന്താണ് ആ വീഡിയോ കണ്ടിട്ട് എന്താണോ ആ ഒരു ഇത് തോന്നുന്നത് ആ ഒരു കമൻറ്റ് മാത്രം ഇടുക. അല്ലാതെ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഈ പല കമൻറ്റുകൾ ഇട്ടിട്ട് ഇങ്ങനെ ഇത് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. അപ്പോൾ കുഞ്ഞാൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ടും ഇങ്ങനെ പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു വയ്യാതിരിക്കുമ്പോഴും അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴുള്ള ആ കമൻറ്റ് ഇടുന്നവരുടെ ആ മനസ്സുണ്ടല്ലോ അതിന് ഞാൻ നമിച്ചു എന്തായാലും കേട്ടോ. വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. ഇത്രയും വയ്യാതിരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഒരാളെ ദ്രോഹിക്കാൻ തോന്നുന്നവരുടെ മനസ്സുണ്ടല്ലോ അത് വല്ലാത്ത മനസ്സ് തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഒരാളെയും ദ്രോഹിക്കരുത്. ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമ്മൾ പല ലക്ഷ്യങ്ങൾ കൊണ്ട് നമ്മുടെ പല ഇത് നേടാൻ വേണ്ടിയിട്ടാണ്. ആരുടെയും ഒന്നും ഇതായിട്ടില്ല. നിങ്ങളൊക്കെ കുറച്ച് പേര് കാണുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ
ഇതിനിടയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾക്കും ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് അറിയാം ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഓരോ യൂട്യൂബേഴ്സിനും അറിയാം നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്ന. ഒരു 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് ഓരോ യൂട്യൂബറിൻ്റെ അടുത്തും ചോദിച്ചാൽ മതി അതിന് എത്രമാത്രം കഷ്ടമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേഗം വന്ന് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷെ അതിന് ഉള്ളിലുള്ള ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അത് ഭയങ്കര വലുതാണ്. എന്തെല്ലാം നമുക്ക് ഫേസ് ചെയ്യണം, അതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകളും കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്തകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റായിട്ട് ഇടരുത്. നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ വെക്കുക. അല്ലാതെ ഇങ്ങനെ വന്ന് ഒരാളെ ദ്രോഹിക്കുന്ന തരത്തിൽ ഒരിക്കലും ഒരു കമൻറ്റും ഇടരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്നപ്പോൾ കുഞ്ഞാൻ്റെ ആ ഒരു ഇതിന് ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ വന്നപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കുഞ്ഞാനാണ് ആ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞാൻ വൈഫ് കാണാതിരിക്കാതെ ഡിലീറ്റ് ചെയ്തു എന്നും പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇട്ടിട്ട് ഒരിക്കലും ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് എന്നേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ. ആരെയും ഏതൊരു യൂട്യൂബറിനെയും ശരിയാണ് ആ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഒരാളെ നശിക്കട്ടെ എന്നതാണ് അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കമൻറ്റ് ഇടരുത്. അത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് ആ ഒരു എന്താണോ വീഡിയോ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക. അല്ലാതെ ഇങ്ങനെ ഉള്ള കമൻറ്റുകൾ ഇട്ടിട്ട് ആരെയും ദ്രോഹിക്കരുത്. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനൊരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.